51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഡിജിറ്റ്സ് ഇൻ ദ നമ്പർ 7, 9, 2, 4, 6, 3, 5, 8 are arranged in descending order from left to right, then what will be the difference between the digits which are third from right and second from left in the new? എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ തന്നിരിക്കുന്ന ഡിജിറ്റിനെ എന്താണ് 7, 9, 2, 4, 6, 3, 5, 8 എന്നതിനെ ഡിസെൻഡിങ് ഓർഡറിൽ ഹയസ്റ്റ് ടു ലോവസ്റ്റ് എന്ന ഓർഡറിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റ്സ് വിച്ച് ആർ തേർഡ് ഫ്രം ദ റൈറ്റ് ആൻഡ് സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ്. എന്താണ് റൈറ്റ് സൈഡിൽ നിന്ന് മൂന്നാമത് വരുന്ന ഡിജിറ്റും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ടാമത് വരുന്ന ഡിജിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, നമുക്ക് ആദ്യം ഇതിനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതുമ്പോൾ 9, 8, 7, 6, 5, 4, 3, 2 ഇങ്ങനെയാണ് വരിക അല്ലേ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിജിറ്റ്സ് വിച്ച് ആർ തേർഡ് ഫ്രം റൈറ്റ്. തേർഡ് ഫ്രം റൈറ്റ്, റൈറ്റ് സൈഡിൽ നിന്നും തേർഡ് 1, 2, 3, 4 ആണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കുക, സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ് 1, 2. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? 8 - 4 വരും. അപ്പോൾ ആൻസർ ഏതാ വരിക? 4 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് ഓപ്ഷൻ ബി 4 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 52. ഇൻ എ ക്ലാസ് പ്രകാശ് റാങ്ക് ഈസ് 5th ഫ്രം ടോപ്പ് ആൻഡ് 33 ഫ്രം ബോട്ടം. ദെൻ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദാറ്റ് ക്ലാസ് ഇൻ ടോട്ടൽ? പ്രകാശിൻ്റെ റാങ്ക്, ഒരു ക്ലാസ്സിൽ പ്രകാശിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് മുകളിൽ നിന്നും 5ാമതും താഴെ നിന്നും 33ാമതുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ക്ലാസ്സിലെ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ പൊസിഷൻ തരുന്നത് മുകളിൽ നിന്നും ഇത്രാമത്തെ പൊസിഷൻ, താഴെ നിന്നും ഇത്രാമത്തെ പൊസിഷൻ എന്ന് ഒരു വ്യക്തിയുടെ തന്നെ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്നും 5ാമത്, റൈറ്റിൽ നിന്നും 6ാമത് എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ തന്നെ തരികയാണെങ്കിൽ തന്നിരിക്കുന്ന 2 ഡിജിറ്റിനെയും കൂടി ആഡ് ചെയ്യുക, -1 ചെയ്യുക. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മളോട് ഒരേ വ്യക്തിയുടെ തന്നെ 2 പൊസിഷനാണ് തന്നിരിക്കുന്നത്. എന്താണ്? മുകളിൽ നിന്നും 5ാമതും താഴെ നിന്ന് 33ാമതും. അപ്പോൾ ആദ്യം നമുക്ക് 33 + 5 ചെയ്യാം. 33 + 5 എന്ന് പറയുന്നത് 38 ആണ്. ഇനി എന്താ പറഞ്ഞത്? രണ്ടും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് 1 കുറയ്ക്കുക. 38 - 1 എന്ന് പറയുന്നത് 37 ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ ഡി, 37 ഈസ് ദ റൈറ്റ് ആൻസർ. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് ദ ചോയ്സ് വേർഡ്സ് കനോട്ട് ബി ഫോംഡ് ബൈ യൂസിങ് ദ ലെറ്റേഴ്സ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ ഫ്രം ദ വേർഡ് മെർക്കൻഡൈസ്. ഫൈൻഡ് ഔട്ട് ദ വേർഡ്. ഈ തന്നിരിക്കുന്ന വേർഡ്സിൽ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്, 4 വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതോ ഒരു വേർഡ് മെർക്കൻഡൈസ് എന്ന വേർഡിൽ നിന്നും ഫോം ചെയ്യാൻ പറ്റത്തില്ല, റിപ്പീറ്റേഷൻ പാടില്ല എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഏതാണ് ആ ഓഡ് 1 നോക്കാം. ഫസ്റ്റ് വൺ മെഷ്. മെഷ് എന്നത് ഈ പറയുന്ന മെർക്കൻഡൈസിൽ നിന്നും ഫോം ചെയ്യാമോ എന്ന് നോക്കാം. MESH. റിപ്പീറ്റേഷൻ ഒന്നും വന്നിട്ടില്ല, നേരെ തന്നെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ ഒന്നാമത്തത് ശരിയാണ്. സെക്കൻഡ് വൺ നോക്കാം, DICE. നേരെ തന്നെ റിപ്പീറ്റേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുക, CHARM. നോക്കുക, CHARM. എന്താണ്? ഇവിടെയും നമുക്ക് റിപ്പീറ്റേഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഫോർത്ത് വണ്ണും കറക്റ്റായിട്ട് തന്നെ ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നോക്കുക, ചാൻസ് ആണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. CHANCE ആണ്. അവിടെ നമുക്ക് എന്താണ്? സി എന്നത് റിപ്പീറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമേ ചാൻസ് എന്ന വേർഡ് മെർക്കൻഡൈസിൽ നിന്നും നമുക്ക് എന്താണ് ഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ റോങ് ആയിട്ട് വരുന്ന ഏതാണ്? ഫോം ചെയ്യാൻ പറ്റാത്തത് ഓപ്ഷൻ സി, ചാൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 54. ദ മിറർ ഇമേജ് ഓഫ് എ ക്ലോക്ക് ഷോസ് 8:25. ദെൻ വാട്ട് ഈസ് ദ റിയൽ ടൈം ഷോൺ ബൈ ദ ക്ലോക്ക്? ഒരു ക്ലോക്കിൽ അല്ലെങ്കിൽ ഒരു മിറർ ഇമേജ് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതിബിംബം കാണിക്കുന്നത് 8:25 ആണ്. അങ്ങനെയെങ്കിൽ റിയൽ ടൈം, കറക്റ്റ് ആയിട്ടുള്ള ക്ലോക്കിലെ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 11:60 താഴെയാണ് എന്നുണ്ടെങ്കിൽ, 11ൽ താഴെയാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. 11ന് മുകളിലേക്കാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കുക. ഇനി നമുക്ക് എക്സാക്ട് ടൈം തന്നിരിക്കുകയാണ് 2 മണി 3 മണി എന്നിങ്ങനെ എക്സാക്ട് ടൈം തന്നിരിക്കുകയാണെങ്കിൽ 12ൽ നിന്നും കുറയ്ക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 8:25 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എത്രയിൽ നിന്ന് കുറയ്ക്കണം? 11:60 നിന്ന് കുറയ്ക്കുക. അപ്പം 11:60 നിന്നും എത്ര കുറയ്ക്കണം? 8:25 കുറയ്ക്കണം. 8:25
കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3:35 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള ക്ലോക്കിലെ ടൈം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 3:35 ആണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് റെപ്രസെന്റ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഗിവൺ വേർഡ്സ് ആസ് they would appear in the ഇംഗ്ലീഷ് ഡിക്ഷണറി. ഡിക്ഷണറിയിൽ വരുന്ന ഓർഡർ അനുസരിച്ച് ഈ വേർഡ്സിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, SHRI SHRI, SRI SRI, SRI SHRI SRI, SRI SHRI, SHR EE SHR EE. അപ്പം നോക്കുക, ഇതിൻ്റെ കോഡ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. SH ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് എല്ലാത്തിലും ഫസ്റ്റ് ലെറ്റർ വന്നിരിക്കുന്നത് എസ് ആണ്. അപ്പോൾ അത് നമുക്ക് കോമൺ ആണ്. സെക്കൻഡ് വൺ നോക്കുക, എച്ച് ആണ്. എച്ചിന് എത്രയാണ് കോഡ് വരുന്നത്, അല്ലെങ്കിൽ നമ്പർ കോഡ് വരുന്നത് എത്രയാണ്? 8 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, എച്ചിൻ്റെ കോഡ് എന്ന് പറയുന്നത് 8 ആണ്. H 8. ഇനി ആർ എന്നതിൻ്റെ കോഡ് എത്രയാണ് വരിക? 18 ആണ്. ആർ എന്നത് 18 ആണ് വരിക. അപ്പോൾ ഫസ്റ്റ് വൺ വരിക 5, 1, 3 ഇതിലേതെങ്കിലും ഒന്നായിരിക്കും വരിക എന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് വൺ നോക്കുക, നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് എല്ലായിടത്തും കോമൺ ആണ്, 6 ആണ്. ദെൻ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഐ ആണ്, അതുപോലെ തന്നെ എന്താണ്? ഇ ആണ്. ഇയുടെ കോഡ് വരുന്നത് എത്രയാണ്? 5 ആണ്. ഇയുടെ കോഡ് 5 ആണ്. അതുപോലെ തന്നെ ഐയുടെ കോഡ് വരുന്നത് 9 ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് നമുക്ക് കിട്ടി, ഫിഫ്ത്ത് വൺ ആണെന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് വൺ നോക്കുക, നെക്സ്റ്റ് എസ് ആണ് വരുന്നത്, രണ്ടിടത്തും കോമൺ ആണ്. നെക്സ്റ്റ് എച്ചും ആറുമാണ് വരുന്നത്. എച്ചിൻ്റെ കോഡ് 8 ആണ്, അതുപോലെ തന്നെ ആറിൻ്റെ കോഡ് 18 ആണ്. എച്ചിൻ്റെ കോഡ് 8 ആണ്, ആറിൻ്റെ കോഡ് 18 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി നെക്സ്റ്റ് വരുന്ന ടേം എന്ന് പറയുന്നത് 1 ആണ്, ദെൻ 3 ആണ്. ഇനി നെക്സ്റ്റ് നോക്കുക, ബാക്കി നമുക്ക് ബാലൻസ് 2 ഉണ്ട്, രണ്ടാമത്തെ നാലാമത്തെ. അവിടെ നോക്കുക, എസ് ആർ, ഐ കോമൺ ആണ്, എസ് കോമൺ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ആറും എച്ചും ആണ്. ആറിൻ്റെ കോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്പർ കോഡ് എന്ന് പറയുന്നത് 18 ആണ്. എച്ചിൻ്റെ കോഡ് 8 ആണ്. നോക്കാം, 18 ആണ്, അതുപോലെ എച്ച് 8 ആണ്. അപ്പോൾ ഫസ്റ്റ് വരിക 4 ആണ്, ദെൻ വരിക 2 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഒരു പ്രകാരമുള്ള ഏതാണ് ഓപ്ഷനിൽ വന്നിരിക്കുന്നതെന്ന് നോക്കുക. ഓപ്ഷൻ ഡി 5, 1, 3, 4, 2 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 56. കംപ്ലീറ്റ് ദ സീക്വൻസ് ഓഫ് സിമ്പിൾസ്. തന്നിരിക്കുന്ന പാറ്റേൺ അനുസരിച്ചിട്ട് നെക്സ്റ്റ് വരുന്ന സിമ്പിൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നോർത്ത് ഡിറക്ഷനിൽ മുകളിലേക്ക് പോയിരിക്കുകയാണ്. തന്നെ എന്താണ്, നമ്മളൊരു സിമ്പിൾ നോക്കുകയാണെങ്കിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. നെക്സ്റ്റ് വൺ അങ്ങോട്ട് പോയി, ഈ ഒരു ഡിറക്ഷനിൽ പോയിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു ഡിറക്ഷനിലാണ്. ദെൻ താഴേക്ക് സൗത്തിലേക്ക് പോയിട്ടുണ്ട്. ദെൻ ഈ ഒരു ഡിറക്ഷൻ വന്നു. ദെൻ നെക്സ്റ്റ് വൺ വരേണ്ടത് എങ്ങനെയാണ്? ഈ ഒരു പാറ്റേൺ അനുസരിച്ചിട്ടാണെങ്കിൽ നെക്സ്റ്റ് വൺ വരേണ്ടത് നോർത്ത് വെസ്റ്റ് ഡിറക്ഷനിലേക്കാണ് പോവേണ്ടത്. വീണ്ടും ഇതേ പാറ്റേൺ തന്നെയായിരിക്കും എന്താണ് ഫോളോ ചെയ്ത് മുമ്പോട്ടേക്ക് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 57. ഇഫ് 2021 January 1 falls on Friday, then which day will be 2021 May 1? നോക്കാം. ഓപ്ഷൻ എ തേഴ്സ്ഡേ, ഓപ്ഷൻ ബി സൺഡേ, ഓപ്ഷൻ സി സാറ്റർഡേ, ഓപ്ഷൻ ഡി ഫ്രൈഡേ. 2021 ജാനുവരി 1 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണെങ്കിൽ മെയ് 1, 2021 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ജാനുവരി 1 ആണ് തന്നിരിക്കുന്നത്. ബാലൻസ് ജാനുവരിയിൽ എത്ര വരും? ജാനുവരിയിൽ 2 ഓഡ് ഡേയ്സ് വരും. ഫെബ്രുവരി 0 ഓഡ് ഡേയ്സ് ആണ്. ദെൻ മാർച്ച് 3 ഓഡ് ഡേയ്സ് ആണ്. നെക്സ്റ്റ് വൺ ഏപ്രിൽ വരുമ്പോൾ 2 ഓഡ് ഡേയ്സ് ആണ് വരിക. അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മെയ് 1 ആണ്. അപ്പോൾ നമുക്ക് 1 കൂടി കൺസിഡർ ചെയ്യാം. അപ്പോൾ എത്ര വരും? 2 + 3 + 2 + 1 8 ആണ് വരിക അല്ലേ. ഇനി നോക്കാം, 8/7 എന്ന് പറയുന്നത് 1 ആണ് നമുക്ക് റിമൈൻഡർ കിട്ടുക അല്ലേ. അപ്പോൾ എത്ര ആഡ് ചെയ്യണം നമുക്ക് ഇതിൻ്റെ കൂടെ? ഈ തന്നിരിക്കുന്ന ജാനുവരി 1 എന്ന് പറയുന്നത് ഫ്രൈഡേ എന്ന് തന്നിട്ടുണ്ട്. സോ +1, ഫ്രൈഡേ +1 എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. അപ്പോൾ ഏത് ആൻസർ വരും? ഓപ്ഷൻ സി സാറ്റർഡേ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 58. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ ഗിവൺ ഫിഗർ. തന്നിരിക്കുന്ന ഫിഗറിൽ, ഈ ഒരു ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം,
ഈ ഒരു ഫോമിലാണ് റൈറ്റ് സൈഡിലേക്ക്, ഈ ഒരു പിക്ചറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഈ ഒരു ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇതേ പിക്ചറിനെ തന്നെ ലെഫ്റ്റോട്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ലെഫ്റ്റ് പോർഷനിലേക്ക്. അപ്പം നോക്കാം ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് കണ്ടെത്തി നോക്കാം. ആദ്യം തന്നെ നോക്കാം, ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ ഇതിൽ നിന്നും ട്രയാങ്കിൾസിൻ്റെ എണ്ണം കണ്ടെത്താനായിട്ട് 1 2, അപ്പോൾ 2 + 1 3 എന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതേ ട്രയാങ്കിളിനെ അല്ലെങ്കിൽ ഇതേ ഫോർമാറ്റിനെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ എത്ര എണ്ണം വരും? ഇവിടെ 1 + 2 എന്ന് പറയുന്നത് 3 വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും 1 + 2 എന്ന് പറയുന്നത് 3 വരുന്നുണ്ട്. ഇനി ഇവിടെ കോമൺ ആയിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസിന് കോമൺ ആയിട്ട് 1 2 ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ 1 2 ഇവിടെ രണ്ട് ട്രയാങ്കിൾ കൂടി ഫോം ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ കോമൺ ആയിട്ട് ഒരു ട്രയാങ്കിൾ, പുറമേയുള്ള ഈ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ കൂടി ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആകെ എത്രയാണ് ടോട്ടൽ എന്ന് നമുക്ക് നോക്കാം. 2 + 1 + 3 + 3 + 2 + 2 വരുമ്പോൾ 13 ആണ് ടോട്ടൽ വരിക. അപ്പോൾ ഈ സൈഡിലേക്ക് 13 ട്രയാങ്കിളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു സൈഡിലേക്കും എത്ര തന്നെ വരും? 13 ട്രയാങ്കിളുകൾ തന്നെ വരും. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? കോമൺ ആയിട്ട് രണ്ട് ട്രയാങ്കിൾ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിൾ, അതുപോലെ തന്നെ താഴേക്കും ഇങ്ങനെയൊരു ട്രയാങ്കിൾ, അങ്ങനെ രണ്ട് ട്രയാങ്കിളുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ 26 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 28 ആണ് ഇവിടെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി 28 ആണ് റൈറ്റ് ആൻസർ ആയി വരിക. 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മായ സേസ് മീനൂസ് ഫാദർ ഹരി ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ ഫാദർ ഇൻ ലോ കൃഷ്ണൻ. ഇഫ് സോ ഹൗ ഈസ് മായ ഹു ഈസ് ദ സിസ്റ്റർ ഓഫ് മീനു റിലേറ്റഡ് ടു കൃഷ്ണൻ? ബ്ലഡ് റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, മായ പറയുകയാണ് മീനുവിൻ്റെ ഫാദർ ഹരി എന്ന് പറയുന്നത് മായയുടെ ഫാദർ ഇൻ ലോ കൃഷ്ണൻ്റെ ഏക മകനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ റിലേഷൻ കാണിക്കുന്നത് ഈ ഒരു സർക്കിൾ വുമൺ എന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഈ ഒരു സ്ക്വയർ മെന്നിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, പ്ലസ് സിമ്പിൾ വൈഫ് ഓർ ഹസ്ബൻഡ് റിലേഷൻ കാണിക്കുന്നു, ഈക്വൽ ടു സൈൻ എന്ന് പറയുന്നത് സിബ്ലിങ്സിനെ സൂചിപ്പിക്കുന്നു, ദെൻ താഴേക്ക് ഒരു ആരോ മാർക്ക് കൊടുക്കുന്നത് സൺ അല്ലെങ്കിൽ ഡോട്ടറിനെ കാണിക്കുന്നു. നോക്കുക, മായ പറയുകയാണ് മീനുവിൻ്റെ ഫാദർ ഹരി, മീനുവിൻ്റെ ഫാദർ ഹരി എന്ന് പറയുന്നത്, മീനുവിൻ്റെ ഫാദർ ഹരി ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ ഫാദർ ഇൻ ലോ കൃഷ്ണൻ. കൃഷ്ണൻ എന്ന് പറയുന്നത് ഹരിയുടെ അച്ഛനാണെന്ന് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന മായയുടെ ഫാദർ ഇൻ ലോയാണ് കൃഷ്ണൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഹൗ ഈസ് മിയ ഹു ഈസ് ദ സിസ്റ്റർ ഓഫ് മീനു? മീനുവിൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള മിയ, മീനുവിൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള മിയയും കൃഷ്ണനും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. മിയയും കൃഷ്ണനും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഗ്രാൻഡ് ഡോട്ടർ ആണ് വരിക അല്ലേ? ഓപ്ഷൻ ഡി ഗ്രാൻഡ് ഡോട്ടർ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 60. ബൈജു ഹാസ് 50 പൈസ, 1 rupee and 2 rupee coins. They are in the ratio of 8:6:4 respectively. Baiju has a total of rupees 360 in his hand. Then how many 2 rupee coins he have? എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈജുവിൻ്റെ കയ്യിൽ 50 പൈസ, 1 രൂപ, 2 രൂപ കോയിനുകളാണ് ടോട്ടൽ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കോയിനുകളുടെ റേഷ്യോ തന്നിട്ടുണ്ട് 8:6:4 റെസ്പെക്റ്റീവ്ലി. അതുപോലെ തന്നെ എന്താണ്? ടോട്ടൽ 360 രൂപ അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര 2 രൂപ കോയിനുകളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, 50 പൈസ കോയിനുകൾ, 50 പൈസ കോയിനുകൾ 8 എന്ന റേഷ്യോ ആണ് പറഞ്ഞിരിക്കുന്നത്. പ്ലസ് നെക്സ്റ്റ് വൺ നോക്കുക, 1 rupee കോയിനുകൾ 6, അതുപോലെ തന്നെ 2 rupee കോയിനുകൾ 4. ടോട്ടൽ നോക്കാം, 4 + 6 + 8 ആണ് വരിക. 18 വരും അല്ലേ? ടോട്ടൽ 18 ആണ് വരിക. ടോട്ടൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 360 രൂപയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 360 ഡിവൈഡഡ് ബൈ 18 എന്ന് പറയുന്നത് 20 ആണ്, ഈക്വൽ ടു 20.
അപ്പോൾ നോക്കുക, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര 2 രൂപ കോയിനുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ എന്താണ്, ഈ 20 × 20 × 2 രൂപ കോയിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 4 ആണല്ലേ. അപ്പോൾ 20 × 4 എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി, 80 2 രൂപ കോയിനുകളാണ് അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.